ബേപ്പൂരിൽ PV അൻവറിന്റെ പേര് സ്ഥാനാർത്ഥി സാധ്യതയിൽ ഉയരുന്നതിൽ ജില്ലയിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്ക് അതൃപ്തി. കോഴിക്കോട് ഇത്തവണ ഇറക്കുമതി സ്ഥാനാർത്ഥികൾ വേണ്ട എന്ന് DCC നേതൃയോഗത്തിൽ നിർദ്ദേശം. രാഹുൽ KV ഉണ്ട് വിവരങ്ങളുമായി. രാഹുൽ, ഗുഡ് മോർണിംഗ്. അങ്ങനെ ഇറക്കുമതി സ്ഥാനാർത്ഥികൾ വേണ്ട എന്ന നിലപാടിലാണല്ലോ. എന്താണ് മൊത്തത്തിലുള്ള പ്രതികരണം? മോത്തി, ഗുഡ് മോർണിംഗ്. ബേപ്പൂരിൽ PV അൻവറിൻ്റെ പേര് സജീവമായി തന്നെ ഉയർന്ന് നിൽക്കുന്നുണ്ട്. നേരത്തെ അദ്ദേഹം തന്നെയാണ് ആവശ്യമെങ്കിൽ ബേപ്പൂരിൽ മത്സരിക്കാൻ തയ്യാറാണ് എന്ന് പ്രഖ്യാപിച്ചത്. പിന്നാലെ അദ്ദേഹത്തിൻ്റെ UDF പ്രവേശനത്തിന് പിന്നാലെ ബേപ്പൂരിൽ അൻവർ അനുകൂല ഫ്ലെക്സ് ബോർഡുകളൊക്കെ പ്രത്യക്ഷപ്പെടുകയും ചെയ്തിരുന്നു. ഏതായാലും ഇന്നലെ കോഴിക്കോട് DCC നേതൃയോഗം ചേർന്നു. അതായത് വയനാട് ക്യാമ്പിന് ശേഷം ചേർന്ന ആദ്യ നേതൃയോഗമാണ്. ഈ യോഗത്തിലാണ് ജില്ലയിലെ മുതിർന്ന നേതാക്കൾ തന്നെ ബേപ്പൂരിൽ PV അൻവർ വേണ്ട എന്ന നിലപാടെടുത്തത്. അങ്ങനെ ഒരു വലിയ ചർച്ചയായി ആ വിഷയം നിൽക്കുകയും ചെയ്തു. കോഴിക്കോട് MP MK രാഘവൻ, അതുപോലെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അടക്കമുള്ള മുതിർന്ന നേതാക്കളാണ് ബേപ്പൂരിൽ അൻവർ വേണ്ട എന്ന നേതൃയോഗത്തിൽ ഉന്നയിച്ചിട്ടുള്ളത്. ഇക്കാര്യം മേൽഘടകത്തിൽ KPCC അറിയിക്കുകയാണ് ചെയ്യുക. കോൺഗ്രസ് നേതാക്കൾ തന്നെ സ്ഥാനാർത്ഥികളായി വന്നാൽ മതി എന്നുള്ളതാണ് DCC നേതൃയോഗത്തിൽ ചർച്ചയായത്. അതായത് ഇറക്കുമതി സ്ഥാനാർത്ഥികൾ വേണ്ട എന്ന കടുത്ത നിലപാട്, ആ ഒരു സമീപനം തന്നെയാണ് നേതാക്കൾ സ്വീകരിച്ചിട്ടുള്ളത്. അതിന് ഉദാഹരണമായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായ സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ചകളൊക്കെ തന്നെയാണ് ഉയർത്തിക്കാട്ടിയത്. കാരണം അതിന് ഉദാഹരണമായി പറഞ്ഞത് ബാലുശ്ശേരി മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ സിനിമാ നടൻ ധർമ്മജനാണ് മത്സരിച്ചത്. ഒപ്പം പേരാമ്പ്ര, എലത്തൂർ മണ്ഡലങ്ങളിൽ ജില്ലയിൽ അത്ര പേര് കേട്ടിട്ടില്ലാത്ത സ്ഥാനാർത്ഥികളാണ് മത്സരിച്ചത്. ആ ഇടങ്ങളിലെല്ലാം കടുത്ത തിരച്ചടിയാണ് നേരിട്ടത്. അതുകൊണ്ട് ഇത്തവണ അങ്ങനെ ഒരു പരീക്ഷണമൊന്നും വേണ്ട എന്നാണ് നേതാക്കൾ പറഞ്ഞത്. ഒപ്പം തന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ സ്ഥാനാർത്ഥിയാകാനുള്ളൊരു താല്പര്യം മാധ്യമങ്ങൾക്ക് മുൻപിൽ പറഞ്ഞിരുന്നു. അദ്ദേഹം മത്സരിക്കാൻ താല്പര്യം അറിയിച്ചാൽ പേരാമ്പ്ര സീറ്റ് കോൺഗ്രസ് ആവശ്യപ്പെടും എന്നുകൂടിയാണ് ഇന്നലെ DCC നേതൃയോഗത്തിൽ സജീവ ചർച്ചയായിട്ടുള്ളത്. ഒരു പ്രാഥമിക സാധ്യത സ്ഥാനാർത്ഥി പട്ടിക എന്ന രീതിയിൽ ഒരു ചെറിയ രൂപം ഏതായാലും ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് നോർത്തിൽ KPCC ജനറൽ സെക്രട്ടറിയായ K ജയന്തിൻ്റെ പേരാണ് ഉയർന്നു വന്നിട്ടുള്ളത്. എലത്തൂർ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ മാണി സി കാപ്പൻ്റെ NCK ആണ് മത്സരിച്ചിരുന്നത്. ഇത്തവണ കോൺഗ്രസ് തന്നെ അവിടെ മത്സരിക്കാനുള്ള തീരുമാനത്തിലാണ്. വിദ്യാ ബാലകൃഷ്ണൻ അല്ലെങ്കിൽ ദിനേശ് മണി, കഴിഞ്ഞ തവണ അവസാന വട്ടം മാത്രം പേര് മാറിപ്പോയ ദിനേശ് മണിയുടെ പേര് കൂടിയാണ് എലത്തൂരിൽ ഉയർന്നു വന്നത്. കൊയിലാണ്ടിയിൽ DCC പ്രസിഡന്റ് KA പ്രവീൺ കുമാർ തന്നെ മത്സരിക്കും എന്നുള്ളൊരു സാധ്യതയാണ് പറയുന്നത്. കഴിഞ്ഞ തവണ അദ്ദേഹം നാദാപുരത്താണ് മത്സരിച്ചിരുന്നത്. ബാലുശ്ശേരിയിൽ KSU കോഴിക്കോട് ജില്ലാ പ്രസിഡന്റായ VT സൂരജിൻ്റെ പേരാണ് ഉയർന്നു വന്നിട്ടുള്ളത്. ബേപ്പൂരിൽ, അതായത് PV അൻവറിൻ്റെ പേര് ഉയർന്നു വരുന്ന ബേപ്പൂരിൽ ജില്ലയിൽ നിന്ന് തന്നെയുള്ള കോൺഗ്രസ് നേതാവായ ആദം മുൻസി അല്ലെങ്കിൽ KP നൗഷാദ് അലി, KPCC സെക്രട്ടറിയായ നൗഷാദ് അലിയുടെ പേര് കൂടി ഉയർന്നു വരുന്നുണ്ട്. നാദാപുരത്ത് യൂത്ത് കോൺഗ്രസ് നേതാവായ KM അഭിജിത്തിൻ്റെ പേര് ആണ് ഈ ഒരു ഘട്ടത്തിൽ പ്രാഥമികമായി ഉയർന്നു വരുന്നത്. അങ്ങനെയുള്ള ഒരു പ്രാഥമിക സാധ്യത ലിസ്റ്റാണ് ഇപ്പോൾ ജില്ലയിൽ നിന്ന് തയ്യാറായിട്ടുള്ളത്. ഈയിടങ്ങളിൽ കൊയിലാണ്ടിയിലും കോഴിക്കോട് നോർത്തും പ്രാഥമികമായി തന്നെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. ഏതായാലും കാൽ നൂറ്റാണ്ടായി കോൺഗ്രസിന് ഒരു MLA പോലും ഇല്ലാത്ത ജില്ലയാണ് കോഴിക്കോട്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും ഒടുവിലായി നടന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വലിയ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കൂടി പ്രതിഫലിപ്പിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് നേതൃത്വമുള്ളത്. ശരി രാഹുൽ, ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് നേതൃത്വമുള്ളത്. എങ്ങനെയാണ് സാധ്യതകൾ എന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. രാഹുൽ KV നല്ല ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.